അപ്പോൾ അതെ ഇനി ഒരു ഇഡലിയും കൂടെ ഉള്ളു ചേട്ടാ, ഇനി ഒരു ഇഡലിയും കൂടെ ഉള്ളു കഴിക്കാൻ. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് വരുമോ? അതിലോട്ട് വയ്ക്കുമ്പോഴേ ടേസ്റ്റാ, അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു സെലിബ്രിറ്റി ഇഡലിക്കടയിലാണ്. സെലിബ്രിറ്റി ഇഡലിക്കടയെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതെ, ഞാൻ നിൽക്കുന്നത് സുഡ ഇഡലിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഇഡലി കിട്ടും. അതായത് കുറേയധികം ഇഡലി ഉള്ളൊരു സ്പോട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സുഡ ഇഡലി. അത് നമ്മുടെ ഉടൻപണത്തിൻ്റെയൊക്കെ അവതാരകനായ വെങ്കിച്ചേട്ടനാണ് ഇത് നടത്തുന്നത്. വെങ്കിച്ചേട്ടൻ മാത്രമല്ല, വെങ്കിച്ചേട്ടൻ്റെ 5 സുഹൃത്തുക്കളും ചേർന്നാണ് ഈ കട നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ്, അതായത് ഇഡലിയൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ വെങ്കിച്ചേട്ടനോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. അതിനു മുമ്പ് കണ്ടിട്ട് നന്നായിട്ട് മഴ ഒരുവിധം പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മഴ പെയ്യണ കാര്യമാക്കണ്ട, നമുക്ക് വെങ്കിച്ചേട്ടനോട് പോയി ഒന്ന് സംസാരിച്ച് ഇഡലിയുടെ ഫുഡിൻ്റെ എല്ലാ വിശേഷങ്ങളും തിരക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ വെങ്കിച്ചേട്ടനും എല്ലാവരും നല്ല തിരക്കിലാണ്. ഇവിടെ പൊടി ഇഡലിയും പിന്നെ സോയ ഇഡലിയും ബട്ടർ ഇഡലി ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. പിന്നെ മഴയും കൂടെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഫുഡ് കഴിക്കാം, ഇഡലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ അതേ സോയ ഇഡലി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഇഡലിയാണ്. എല്ലാം സ്പെഷ്യൽ തന്നെയാണ്, പക്ഷേ എനിക്കിത്തിരി സ്പെഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ ഇത്തിരി സോയ ഇഡലിയാണ്. കാരണം ഇത് ഒന്ന് കഴിച്ചു നോക്കണം, കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഫുള്ളങ്ങ് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ, അടിപൊളി, സൂപ്പർ. സത്യത്തിൽ ഇതിന് ഈ സോയ ഇഡലിക്ക് ചമ്മന്തിയുടെയും സാമ്പാറിൻ്റെയും ഒരാവശ്യവും ഇല്ല. അതുകൊണ്ട് ഈ സോയ, അതായത് നമ്മുടെ ഇഡലിക്കകത്ത് സോയ ഒരു കറിയാണ്. അതായത് മാവ് ആദ്യത്തെ ഒഴിച്ചിട്ട് അതിന് മുകളിലോട്ട് സോയ കറി ഒഴിക്കും, എന്നിട്ട് വീണ്ടും ഇഡലിയുടെ മാവ് എടുത്ത് മണ്ടയിൽ ഒഴിക്കും. അങ്ങനെയാണ് സോയ ഇഡലി മേക്കുന്നത്. ഇതിനകത്താണ് ദാണ്ട ഈ സോയ ഇരിക്കുന്നത്. കണ്ടത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണ ഇങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സാധാ ഇഡലി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഈ സോയ ഇഡലിയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ഞാൻ പോലും വീട്ടിൽ പോലും ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയണം സോയ ഇഡലി ഇതുപോലെ ഉണ്ടാക്കി തരണമെന്ന്. അതായത് സോയ കറി വെച്ചിട്ട് നമുക്ക് മാവെടുത്ത് മണ്ട ഒഴിച്ചിട്ട് പിന്നെ സോയ ഒഴിച്ചിട്ട് വീണ്ടും മാവെടുത്ത് ഒഴിക്കുക. അതാണ്, എന്നിട്ട് ഇഡലി റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇനി അമ്മയോടത് പറയണം. കാരണം എനിക്കിനി എപ്പോഴും ഇത് കഴിച്ചോളാൻ വയ്യ, അങ്ങനെ ഒരു ഇതാണ്. ഒരെണ്ണം കഴിച്ചേ ഉള്ളൂ, അതിനിടയ്ക്ക് തന്നെ അത്രയും കൊതിയായി. നമ്മുടെ കഴിച്ചു നോക്കട്ടെ. പിന്നെ അത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഈ കറി ഞാൻ കണ്ടില്ല. ദാണ്ടേ ഇത് തക്കാളി ചട്നിയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്പെഷ്യൽ ഇഡലി, പൊടി ഇഡലി. അതായത് ചെറിയ ഇഡലിയാണ് കേട്ടോ. ഇത് ചെറിയ ഇഡലിയുടെ മണ്ടയിലോട്ട് പൊടി ചേർക്കുന്നത്. ഇത് എന്ത് പൊടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇഡലിപ്പൊടിയാണെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് നേരെ അറിയത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഈ പൊടി ഇഡലിയുടെ കൂടെ നിന്നാണ്ട് ചമ്മന്തിയും സാമ്പാറും നേരത്തെ കഴിച്ച തക്കാളി ചട്നിയാണെന്ന് തോന്നുന്നു, അല്ലേ വേറെന്തോ തക്കാളി ചട്നി തന്നെ, ആ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം നമ്മൾ പിച്ചെടുക്കുകയൊന്നും വേണ്ട, ചെറിയ ഇഡലിയാണ്. കൊള്ളാം. ഇത് സംഭവം പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ പൊടിയുടെ ടേസ്റ്റാണ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് പൊടി ഇഡലി എടുത്ത് ഇങ്ങനെ പിച്ചിട്ട് സാമ്പാറിൻ്റെ കൂടെയും ചമ്മന്തിയിലുണ്ട് കണ്ട ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് കറി ഇങ്ങോട്ട് എടുക്കുക, ഇതിലോട്ട് ഇങ്ങനെ വയ്ക്കുക, കുഴച്ച് കഴിക്കുന്നതിന് ഏറ്റവും സൂപ്പർ, നല്ല ടേസ്റ്റി അതാണ്. ഇങ്ങനെ കഴിക്കാം. അടിപൊളി ടേസ്റ്റ്, അടിപൊളി സാധനം. നിങ്ങളോട് ട്രൈ ചെയ്യാൻ കേട്ടോ ഈ പൊടി ഇഡലി, അടിപൊളി. അപ്പോൾ ഇത് പനീർ ഇഡലിയാണ് കേട്ടോ. ഇത് സംഭവം എന്ന് പറയുമ്പോൾ ആദ്യം മാവ് കോരി ഒഴിച്ചിട്ടാണ് ഇത് പനീർ ഒഴിക്കുന്നത്. താണ്ടേ ആദ്യം മാവ് കോരി ഒഴിക്കും, എന്നിട്ടാണ് പനീർ ഒഴിക്കുന്നത്. ഇത് സംഭവം എന്ന് പറയുമ്പോൾ നേരത്തെ സോയ ഇഡലിയില അതേപോലെ തന്നെ, അതായത് സോയ ഇഡലി എന്ന് പറയുമ്പോൾ മാവ് ഇങ്ങനെ ഒഴിക്കും, എന്നിട്ട് അതിന് മുകളിലോട്ട് സോയ കോരി ഒഴിക്കും, എന്നിട്ടാണ് പിന്നെ വീണ്ടും മാവ് കോരി ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വയ്ക്കുന്നത്. ഇതും അതേപോലെ തന്നെ ആ സെയിം സാധനം തന്നെ. പനീർ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് മാവ് കോരി ഒഴിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അടുത്തത് പനീർ ഇഡലി. സംഭവം നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം ഇഡലിയെ പറ്റി. ഇത് മാത്രമായിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. പനീർ അകത്തിരിപ്പുണ്ട്, ഇത് മാത്രമായിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം.
കുഴപ്പമില്ല, നൈസ് ഇഡലിയാണ്. എന്നാലും സോയ ഇഡലിൻ്റെ അത്ര വന്നിട്ടില്ല, അത് വേറൊരു കാര്യം. കൊള്ളാം കേട്ടോ, ഇതും കൊള്ളാം, നന്നായിട്ടുണ്ടോ. ഞാൻ ഈ പനീർ ഇഡലിയിൽ നിന്ന് പനീറ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഉള്ള കാര്യമാണ്. പനീർ ഇഡലി അപ്പോൾ തന്നെ ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ കുഴച്ച് കഴിക്കുന്നത് ഏറ്റവും അടിപൊളി. സത്യം പറയാമല്ലോ, ഈ പനീർ ഇഡലി ഇതുവരെ ഞാൻ ഈ ട്രിവാൻഡ്രത്ത് കേട്ടിട്ട് പോലും ഇല്ല. ഇവിടെ വന്നിട്ട് ഇത് അറിയുന്നു. സോയ ഇഡലി, പൊടി ഇഡലി, പനീർ ഇഡലി, ഇനി വേറെ ഇഡലി, വെറൈറ്റീസ് ഓഫ് ഇഡലി ഇനിയും ഉണ്ട്. അപ്പോൾ ഇനി അതും ഇനി ട്രൈ ചെയ്യണം. ഇതൊക്കെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. സത്യം പറയാമല്ലോ, ഈ കട വന്നതിന് ഏറ്റവും ഉപകാരമാണ്. നമുക്ക് ഇത്രയും ഐറ്റംസൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഇവർക്ക് തന്നെ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. കാരണം നമ്മൾ ഇത് കഴിക്കുന്ന ജീവിതത്തിൽ വരുവാണെങ്കിൽ ഒന്ന് കഴിച്ചിരിക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ് ഇതൊക്കെ, ഒരു വെറൈറ്റി ടേസ്റ്റായത്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് കഴിക്കുമ്പോഴേ ആ ഒരു ഫീലും ആ ഒരു ടേസ്റ്റും മൊത്തത്തിൽ നമുക്കൊന്ന് അറിയാൻ പറ്റുള്ളൂ. നൈസ്. അപ്പോൾ അതാണ്ട നമ്മളെ ബട്ടർ തട്ട് ഇഡലി, ഇതാണ് ബട്ടർ തട്ട് ഇഡലി. അതുകൊണ്ട് ഈ ഇഡലിയുടെ മണ്ടയിലോട്ട് ബട്ടർ ഇരിക്കും, എന്നിട്ട് ഇതും കൂടെ മൊത്തത്തിൽ കഴിക്കണം. അതാണ് ബട്ടർ തട്ട് ഇഡലി. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് ഇങ്ങനെ പിച്ച് കുറച്ച് ബട്ടർ തണ്ട ഇങ്ങനെ അങ്ങ് എടുത്ത് പിച്ച് നമുക്ക് ഈ സ്പൂൺ പറ്റത്തില്ല, നമുക്ക് സ്പൂൺ ഇവിടെ വെച്ചിട്ട് കൈ വെച്ച് കഴിക്കാം. നമുക്ക് കൈ വെച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ബട്ടറിനോട് മണ്ടലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുക. നൈസ്. ബട്ടർ തട്ട് ഇഡലി നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിക്കുന്ന എത്ര തട്ടില്ല, ഒന്ന് സോയ ഇഡലി, പിന്നെ പൊടി ഇഡലി, പിന്നെ നമ്മുടെ പനീർ ഇഡലി, പിന്നെ ബട്ടർ ഇഡലി. ഓക്കെ, 4ാമത്തെ ഇഡലിയാണ്. ഒന്നുകൂടെ കഴിച്ചു നോക്കാം. അടിപൊളി. ഈ ബട്ടർ തട്ടിൻ്റെ മണ്ടയിൽ കണ്ട പൊടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിച്ചിട്ട്, ഞാൻ പൊടി കണ്ടില്ല ഇപ്പോഴും ശ്രദ്ധിച്ചാൽ, ഈ ഇഡലി ഇങ്ങനെ പിച്ചിട്ട് ബട്ടർ ഇങ്ങനെ കുഴച്ചിട്ട് പൊടിയുടെ മണ്ടയിൽ ഇട്ടിട്ട് നമ്മുടെ തക്കാളി ചട്നിയും സാമ്പാറും ചമ്മന്തി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. നൈസ്, അടിപൊളി ഇഡലി. സത്യം പറയാമല്ലോ, നമ്മുടെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് ഇവിടെ വന്ന് ഫുള്ള് കഴിച്ച് തീർക്കും. അതാണ് സംഭവം. പിന്നെ നമ്മുടെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് നമ്മുടെ സുഡ ഇഡലി, വെങ്കിച്ചേട്ടൻ്റെ കടയിൽ വന്നിരുന്ന് ഇഡലിയൊക്കെ മേടിച്ചിങ്ങനെ കഴിക്കും കേട്ടോ. അവരെല്ലാവരും, കുട്ടികളും എല്ലാവരും ചേർന്നാണ് കഴിക്കുന്നത്. അത് തന്നെ ഇവിടെ വരുന്നവർക്ക്, ക്ഷേത്രത്തിൽ വരുന്നവർക്ക് തന്നെ ഇത്രയും നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് വെങ്കിച്ചേട്ടനും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ദം ഇഡലിയും കൂടെ കൊണ്ട് കഴിക്കണം. ലാസ്റ്റ് 5ാമത്തെ ഇഡലി, അതാണ് ദം ഇഡലി. അതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തരും, വെയിറ്റ്. അടുത്തത് ഇതേ ദം ഇഡലിയാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കിയൊക്കെ ഇങ്ങനെ കഴിക്കേണ്ട, സ്പൂൺ വെച്ച് കഴിക്കുക. ഇത് സ്പൂൺ വെച്ച് കഴിക്കാം. കൊള്ളാം, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഇത് മൊത്തത്തിൽ. കൊള്ളാം കേട്ടോ. ഇത് കുട്ടിയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും കേട്ടോ. വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങളുടെ താണ്ട ദം ഇഡലി ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളി സാധനമാണ്. സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയാണ് മൊത്തത്തിൽ. എല്ലാ ഇഡലി അടിപൊളിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വെങ്കിച്ചേട്ടനോട് പോകുന്നുണ്ട്. വെങ്കിച്ചേട്ടനോട് ചോദിക്കാം. ചേട്ടോ, എങ്ങനെയാണ് ഈ പേര് വന്നത് സുഡ ഇഡലി? അത് തന്നെ അവസാനം നമ്മൾ കട തുടങ്ങുന്നതിനൊരു 4 ദിവസം മുന്നെയാണ് ഈ പേര് കിട്ടിയത്. നമ്മൾ സുപ്രഭാതം ഓൺ വീൽസ് എന്നായിരുന്നു ആദ്യം. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ലോഗോ ചെയ്തു, ബോർഡ് ചെയ്യാൻ കൊടുക്കാൻ സംസാരത്തിൽ വരെ എത്തി. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ്, സുപ്രഭാതം നല്ല പേരാണെടാ. ഞാൻ പറഞ്ഞ ചേട്ടാ വേറെയും സ്ഥലത്തുണ്ട്, കുഴപ്പമില്ല, നിനക്ക് ബ്രാൻഡ് ആക്കാനൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു. അതാണ് എനിക്ക് ഹിറ്റായി. എനിക്ക് ബ്രാൻഡ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേരിട്ടാൽ നമുക്കത് പറ്റൂല എന്നല്ലേ. അപ്പോൾ അന്ന് രാത്രി തപ്പിപ്പിടിച്ചെടുത്തതാണ് ഇതേ ഇരിക്കുന്നത്, സുഡ ഇഡലി. അങ്ങനെ അന്ന് രാത്രി തപ്പിപ്പിടിച്ചെടുത്തതാണ്. അതെ. എന്നിട്ട് നമ്മള് നെക്സ്റ്റ് അടുത്തൊരു 4 ദിവസത്തിൽ കട തുറന്നു. അവസാന നിമിഷത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ചേട്ടാ ഇവിടെ എത്ര വെറൈറ്റീസ് ഓഫ് ഇഡലി ഉണ്ട്? ഇവിടെ ഒരു 5-6 ഉണ്ട്. സോയ ഇഡലി ഉണ്ട്, പൊടി ഇഡലി ഉണ്ട്. പൊടി ഇഡ്ഡലി മിനിയാണ്, ചെറിയ ഇഡ്ഡലി. ചേട്ടാ ഈ സോയയുടെ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, മിക്കുള്ളവരും വന്നപ്പോൾ ഈ സോയ ഇഡലിയാണ് കൂടുതലും താല്പര്യം. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും അതിനെപ്പറ്റി അതിനോട് ഇഡ്ഡലി കിടിലമാണ്. ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് ഹരി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ പുള്ളി ഫസ്റ്റ് നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ മൈൻഡിൽ വേറെ 2-3 ഇഡ്ഡലി ആയിരുന്നു ഹൈലൈറ്റ്.
അത് നമുക്കിവിടെ ചെയ്യാം, ഇവിടെ ട്രിവാൻഡ്രത്ത് ആരും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നിന്നപ്പോൾ പുള്ളി കൊണ്ടുവന്നാണ് സോയ ഇഡ്ഡലി ഞങ്ങൾക്ക് അങ്ങനെ തന്ന് കഴിക്കാം. ഞങ്ങൾ കഴിച്ചുകൊണ്ടേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സോയയിലോട്ട് ഫിക്സ് ആവുന്നത്. അപ്പം ദൈവം സഹായിച്ച ആൾക്കാർക്കെല്ലാം സോയ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് മിനി പൊടി ഇഡ്ഡലിയാണ്, കിടിലമാണ്. ഈ രണ്ട് സാധനവും ഏറ്റവും കൂടുതൽ ചെറുത്, അത് ഗീല് നമ്മൾ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ ബട്ടർ തട്ടുണ്ട്, അത് തട്ട ഇഡ്ഡലിയിൽ പൊടിയും ബട്ടറൊക്കെ ഇട്ട് വരും. ഞങ്ങൾ ആദ്യം കട തുടങ്ങിയ സമയത്ത് ബട്ടർ തട്ട് ഇല്ല, ഞങ്ങൾ ഈ തട്ട ഇഡ്ഡലിയിൽ പൊടി ഇട്ടിട്ട് ഗീ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഹൈദരാബാദ് പോയിട്ട് വന്നിട്ടാണ് നേരെ ഗീ മാറ്റിയിട്ട് ബട്ടർ ആക്കിയത്. അതെ. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് അഡീഷൻ പനീർ ഇഡ്ഡലി. അതെ അതെ അതെ, നമ്മൾ പനിനീരെന്നൊക്കെ പറയും. അപ്പം അത് ഇഡ്ഡലിക്കകത്ത് സ്റ്റഫ് ചെയ്ത് കൊടുക്കും. പിന്നെ ദം ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതൊരു തെലുഗു ഫുഡ്. പനീർ ഇഡ്ഡലി എങ്ങനെയാ? സോയ ഇഡ്ഡലി മേക്ക് ചെയ്യും പോലെയാണോ? മേക്ക് ചെയ്യും പോലെ തന്നെ, സെയിം തന്നെ. ഇഡ്ഡലിക്കകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ദം ഇഡ്ഡലി സാമ്പാർ വടയൊക്കെ മിക്സ് ചെയ്ത് നെയ്യൊക്കെ ഒഴിച്ചിട്ടിരുന്നൊരു. അപ്പൊ പുതിയ കട തുടങ്ങാൻ കാലിക്കറ്റ് തുടങ്ങാൻ പോകും. കാലിക്കറ്റാണ്. കാലിക്കറ്റ് ഈ മാസം തുടങ്ങും അല്ലേ? ഓക്കെ ചേട്ടാ. പിന്നെ നമ്മുടെ ഇഡ്ഡലി റേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സോയ ഇഡ്ഡലി 60, പൊടി ഇഡ്ഡലി 60, ബട്ടർ തട്ട് 80, പനീർ ഇഡ്ഡലി 70, ദം ഇഡ്ഡലി 70. ഓക്കെ ചേട്ടാ, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെങ്ങനെ ചേട്ടാ നീ ഐഡിയ കിട്ടിയ മൊത്തത്തിലുള്ള? ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ദോശയെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. അപ്പം ആ ഇഡ്ഡലിയിൽ എനിക്ക് പൊടി ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പണ്ട് എൻ്റെ അമ്മുമ്മ ഇഡ്ഡലി അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഇഡ്ഡലി അമ്മൂമ്മ. അപ്പം അങ്ങനെയൊന്നും വന്നതല്ല, പക്ഷെ ഇഡ്ഡലി പേഴ്സണലി താല്പര്യമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കട തുടങ്ങാം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു നമുക്ക് ഇഡ്ഡലി കട തുടങ്ങാം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിയതാണ്. കാരണം ഒന്ന്, ദോശ നമുക്ക് ചൂടാൻ അറിഞ്ഞുകൂടാ. ഇഡ്ഡലി ആകുമ്പോൾ ആ ബുദ്ധിമുട്ടില്ല, ഇതിനകത്ത് ഒഴിച്ചും കെടുത്താൽ മതി. ഹെൽത്തിയാണ്, കമ്പാരിറ്റീവ്ലി ഹെൽത്തിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇഡ്ഡലിയിലോട്ട് ഷിഫ്റ്റ് ആയത്. ഓക്കെ ചേട്ടാ, അപ്പൊ ഇനി പുതിയ എന്ത് തരം ഇഡ്ഡലീസ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്? കുറച്ചുണ്ട്, ഒരു 2-3 എണ്ണം ഉണ്ട്. ഇപ്പൊ ഞാൻ അത് പറയുന്നില്ല. 2-3 എണ്ണം നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്തു ഈ പനീർ ചെയ്യുന്നതിന്റെ കൂടെ. അതിൽ 1-2 എണ്ണം വർക്കായി. പാരലലി ഞാൻ സുഡ ഇഡ്ഡലി അല്ലാതെ ഒരു സംഭവം കൂടെ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ വേറൊരു ട്രിവാൻഡ്രത്ത് അവിടെ വേറൊരു തരം ഇഡ്ഡലി കോമ്പിനേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഒരു 5-6 ഐറ്റം ഇഡ്ഡലി കൊണ്ട് തന്നെ ആൾക്കാരെല്ലാരും ഞെട്ടിച്ചു. വീണ്ടും ഞെട്ടിച്ചു എന്നല്ല, നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് ഇത് ബിസിനസിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തൊരു 5 പേര് ചേർന്ന് തുടങ്ങിയതാണ്. അപ്പം ആൾക്കാർ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ഇപ്പം വന്ന് കഴിക്കുന്ന ഡെയിലി ഞങ്ങളുടെ ഇഡ്ഡലി കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗ്യം. പക്ഷെ നമ്മളൊക്കെ ഞെട്ടിയിരിക്കുക, കാരണം നമ്മളൊക്കെ സാധാ ഇഡ്ഡലി ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ. സോയ ഇഡ്ഡലിയും പിന്നെ ബട്ടർ തട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. സോയ ഇഡ്ഡലി ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ദം ഇഡ്ഡലി ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഈ സോയ ഇഡ്ഡലി കഴിക്കുന്നത് തന്നെ. നമ്മൾ ഞെട്ടിപ്പോയി, സത്യം പറയാലോ. ബട്ടർ തട്ട് കുറെ സ്ഥലത്തുണ്ട്. ബട്ടർ തട്ട്, മിനി പൊടി ഇഡ്ഡലി കുറെ. നമ്മുടെ മിനി പൊടി ഇഡ്ഡലിയിൽ 2 ഫ്ലേവറാണ്. ഒന്ന് നോർമൽ ഉഴുന്നൊക്കെ ഇട്ടുള്ള പൊടിയും 2 കറിവേപ്പില പെപ്പർ ഫ്ലേവറിലുള്ള ഒരെണ്ണം. 2ഉം കൂടെ മിക്സ് ചെയ്ത പൊടി ഉണ്ടാക്കുന്നത്. ഓക്കെ. സത്യം പറഞ്ഞാൽ സോയ ഇഡ്ഡലി എൻ്റെ ഫേവറേറ്റ് ആയി പോയി. ഇവിടെ വന്നപ്പം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഇവിടെ വന്നാൽ കഴിക്കുന്ന. അപ്പോൾ അവർക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഹെൽത്തി ഫുഡും എല്ലാം വെജിറ്റബിൾ ഫുഡും ഇവിടെ നിന്ന് കിട്ടുന്ന അതിനൊരു നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, നേരത്തെ ചോദിച്ചു തന്നെ, പുതിയ കടയുടെ ഉദ്ഘാടനം കാര്യങ്ങൾ എന്നായി? ഡേറ്റ് ഫിക്സ് ആയില്ല. ഈ 17-ാം തീയതി തുടങ്ങേണ്ടതായിരുന്നു, പക്ഷെ ചെറിയൊരു അസൗകര്യം കാരണം ഒന്ന് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കോ ആയിട്ടായിരിക്കും. കാലിക്കറ്റാണ്. കാലിക്കറ്റ് ബീച്ചിന്റെ സൗത്ത് സൈഡിൽ ആണല്ലേ? സുഡ ഇഡ്ഡലി. അവിടെ ഈ കറക്റ്റ് പേര്. ഓക്കെ. ചേട്ടാ, ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് പുതിയ സിനിമാ വിശേഷങ്ങൾ എന്താണ് പറയുക? കിങ്ഡം എന്ന് പറഞ്ഞ പടമാണ്, വിജയ് ദേവരക്കൊണ്ട. തെലുങ്ക് പടമാണ്. അപ്പം അത് ഈ മെയ് 30 റിലീസ് ആവേണ്ടതാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഒന്ന് പോസ്റ്റ്പോൺ ആയി. ജൂലൈ 4. ഓക്കെ. അപ്പോൾ ഇനി അന്നാണ് ഷൂട്ടിങ് കാര്യങ്ങളല്ലേ? ഷൂട്ടല്ലടാ, റിലീസ്. റിലീസ്. ഓക്കെ. ഹലോ. ഹായ്. നിങ്ങൾ എവിടെ നിന്നാ? ആക്ച്വലി ഞങ്ങൾ പല സ്ഥലത്തു നിന്നാണ് ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഓക്കെ. കൊല്ലമുണ്ട്, പത്തനംതിട്ട ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. സുഡ ഇഡ്ഡലി കഴിക്കുന്ന ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. ഓൾറെഡി നമ്മൾ ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് തളർന്നതാ. തന്നല്ലേ? ഇത് കഴിച്ചപ്പോ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ് പെട്ടൊക്കെ എണീറ്റ്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇഡ്ഡലി കഴിച്ചേ? നമ്മള് സോയ ബട്ടർ പൊടി ഇഡലി. സോയ ഇഡ്ഡലി എങ്ങനെയുണ്ട്? സോയ എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ സോയ ഇഡ്ഡലിയാണല്ലേ? നൈസ് ആയിട്ടുണ്ട്. നൈസ്. മുമ്പ് ഇതുപോലെ വേറെ എവിടെന്നെങ്കിലും ഇഡ്ഡലി വെറൈറ്റി ഇഡ്ഡലീസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. അപ്പോഴും പിന്നെ പൊടി ഇഡ്ഡലിയൊക്കെ എങ്ങനെയുണ്ട്? എന്താ? മൂന്നും സൂപ്പറാണ്. ഓക്കെ ബട്ടർ ഇഡ്ഡലി. പിന്നെ വേറെ ഏതെങ്കിലും ഇഡ്ഡലി മേടിച്ചായിരുന്നോ? ഇല്ല, ഇനി നമുക്ക് ആക്ച്വലി ടൈം ഇച്ചിരി കുറവായതുകൊണ്ട് നെക്സ്റ്റ് ഇനിയും നമ്മൾ വരും. കാര്യം ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഇനിയും വരും. ഓക്കെ. മൊത്തത്തിൽ നമ്മളെ ഷോപ്പിനെ പറ്റി എന്താ ഒന്ന് പറയാനുള്ളത്? നിങ്ങളൊരു വലിയൊരു ഔട്ട്ലെറ്റ് ഇട്ട് ഉറപ്പായിട്ടും ഇത് വിജയിക്കും. ഉറപ്പായിട്ടും വിജയിക്കും. കാര്യം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വർത്തായിട്ട് നമുക്ക് ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ്. അപ്പോൾ അത് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി. ബ്രോ, നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നൈസ് ആണല്ലേ? എങ്ങനെയുണ്ട്? എന്താ കഴിക്കുന്നത്? ബട്ടർ തട്ടിഡലി മറ്റേത് എന്താ? സോയ ഇഡലിയാണ്. എങ്ങനെയുണ്ട് ബട്ടർ തട്ടിഡലി? വെറൈറ്റി ആണ്. ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് കഴിക്കുന്നതല്ലേ? ഒരു വെറൈറ്റി സംഭവമാണല്ലേ? സത്യമാണ്. ഞാനും ഇതുപോലെ ഇഡ്ഡലി നമ്മളൊക്കെ സാധാ ഇഡ്ഡലിയല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടാണ് ഇത്രയും ടൈപ്സ് ഇഡ്ഡലി നമ്മൾ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ബട്ടർ തട്ട് ഇഡലിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയുക. എന്താണ് പറയാനുള്ളത്? ട്രൈ ചെയ്ത് നോക്കും. ഏത് ബട്ടർ തട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും ഇഡ്ഡലി ആദ്യം മേടിച്ചായിരുന്നോ? സോയ അല്ല, ബ്രോ മേടിച്ചായിരുന്നു? ഇല്ല, മേടിച്ചില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ആളിനോട് ഒന്ന് ചോദിക്കാം. ബ്രോ എന്താണ് കഴിക്കുന്നത്? സോയ ഇഡലിയാണ്. അതെങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയാണല്ലേ? ഒരു വെറൈറ്റി ടേസ്റ്റ് ആണോ? എങ്ങനെയാ മൊത്തത്തിൽ? വെറൈറ്റി ടേസ്റ്റ്. മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചില്ല, ഫസ്റ്റ് ടൈം ആണല്ലേ? രണ്ടുപേരും അപ്പോഴും ഫസ്റ്റ് ടൈം ആണല്ലേ? പിന്നെ സോയ ഇഡലി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡലിയാണ്. അതെന്ന് പറയുമ്പോൾ മാവ് ആദ്യം കൊരി ഒഴിച്ചിട്ട് എൻ്റെ മണ്ടയിൽ സോയ ഒഴിച്ചിട്ട് വീണ്ടും മാവ് ഒഴിച്ചിട്ടാണ് വേവിച്ച് തരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സാധാ ഇഡലി കഴിച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ വന്നിട്ടാണല്ലേ? ഇവിടെ വന്നിട്ടാണ് നമ്മൾ അതൊക്കെ കഴിക്കുന്നത്. ബ്രോ, നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എന്ത് ഇഡലിയാണ് കഴിക്കുന്നത്? പൊടി പനീർ അല്ലേ? പിന്നെ സോയ ഇഡലി. ഓക്കെ. എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ സോയ ഇഡലിയുടെ? ഇവിടെ സത്യം പറഞ്ഞാൽ എല്ലാം വെറൈറ്റി ഇഡലീസാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ തന്നെയാണ് ഫസ്റ്റ് ടൈം. ബ്രോ എന്നും വരുന്നതാണോ നിങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? ഓക്കെ. പിന്നെ ബട്ടർ ഇഡലിയൊക്കെ എങ്ങനെയുണ്ട്? എന്താ? ഏത് ഇഡലി വേണമെങ്കിൽ ധൈര്യം നമ്മൾ കഴിക്കാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് രാധാകൃഷ്ണൻ. നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണോ? ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്ന ആളാണ്. സ്ഥിരമായിട്ട് കഴിക്കുമല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ? ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഞാൻ ഒരു 10 കിലോമീറ്റർ അപ്പുറം ശംഖുമുഖത്തു നിന്നാണ് വരുന്നത്. 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ശംഖുമുഖത്തു നിന്നാണ് വരുന്നത്? അതെ. അവിടെ നിന്ന് ഇഞ്ഞു വരെ വന്നല്ലേ? അതെ. അത് ഇഡലി കഴിക്കാനോ? ഇഡലി കഴിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം വന്ന് കഴിക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് അതല്ല, നമുക്ക് ചൂടോടെ കിട്ടുന്ന ഒരു സാധനമല്ലേ ഇത്? അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത്. ഓക്കെ. ചേട്ടാ ഏത് ഇഡലിയാണ് കഴിക്കുന്നത്? സോയയാണോ? ഇല്ല, ഞാൻ ഇപ്പോൾ കഴിക്കുന്നത് സോയയാണ്. സോയ ഇഡലി. അതെ. ഞാൻ പാഴ്സൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാഴ്സൽ മേടിച്ചു? ഓൾറെഡി ഞാൻ ഇപ്പോൾ ഒരു പൊടി ഇഡലി കഴിച്ചു. ഇപ്പോൾ അതാ സോയ ഇഡലി കഴിക്കുകയാണ്. ചേട്ടാ പാഴ്സൽ മേടിച്ച് വെച്ചിട്ടുണ്ടോ? അതെ, പാഴ്സൽ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അതായിരിപ്പുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാ നമ്മുടെ സോയ ഇഡലിയും അതേപോലെ ബട്ടർ തട്ടും എല്ലാ ഇഡലിയും എങ്ങനെയാണ്? ഇല്ല, എല്ലാ സാധനവും ഞാൻ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളിയാണ്, കിടിലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് കഴിക്കുന്നത്. നമുക്ക് വിശ്വാസവും കൂടിയാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും.